എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 133, 134 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണൻ രുക്മിയുടെ അഹങ്കാരം തീർക്കാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 133ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ക്ഷിതീശസ്യ സുതാമുദീര്യ ശൗരിസമാസ്ഫാല്യ ശരാസനജ്യാം കരേണ ഭാസ്വത്കനകാംഗദേന സലീലമാദത്ത ശരാൻ നിഷംഗാത്. ആദ്യം പദച്ഛേദം പറയാം. ഇതി ക്ഷിതീശസ്യ സുതാം ഉദീര്യ ശൗരി സമാസ്ഫാല്യ ശരാസനജ്യാം കരേണ ഭാസ്വത്കനകാംഗദേന സലീലം ആദത്ത ശരാൻ നിഷംഗാത്. രുക്മിയെ ഒന്ന് പേടിപ്പിക്കണം, അഹങ്കാരം കളയണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഭഗവാൻ പുറപ്പെടുന്നത്. അതാണ് ചെയ്യണത്. ശൗരി ഇതി ക്ഷിതീശസ്യ സുതാം ഉദീര്യ. ശ്രീകൃഷ്ണൻ, ശൗരി ശ്രീകൃഷ്ണൻ്റെ പര്യായമാണ്. ശ്രീകൃഷ്ണൻ ഇപ്രകാരമൊക്കെ ക്ഷിതീശസ്യ സുതാം, ക്ഷിതീശൻ ക്ഷിതിയുടെ ഈശൻ രാജാവ്, ക്ഷിതി ഭൂമിയാണ്, ഭൂമിയുടെ ഈശൻ രാജാവ്, രാജാവിൻ്റെ മകളോട്, ഇവിടെ രുക്മിണിയോട്, ഉദീര്യ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട്, ശരാസനജ്യാം സമാസ്ഫാല്യ. ശരാസനജ്യ എന്ന് പറഞ്ഞാൽ ശരാസനം വില്ലാണ്, അതിലെ ജ്യ എന്ന് പറഞ്ഞാൽ ഞാണ്. അതായത് ഞാണിങ്ങനെ അഴച്ചിട്ടേക്കായിരുന്നു, ആ ഞാണ് അമർത്തി കെട്ടി എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടെയൊക്കെ ഒന്ന് കയ്യ് ഓടിച്ചിട്ട് അതിനെ ഒന്നും കൂടി മുറുകിയല്ലേ ഇരിക്കണമെന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ തീർത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ശരാസനജ്യായെ സമാസ്ഫാലനം ചെയ്തിട്ട് ആ ഞാണൊന്ന് വിറപ്പിച്ചിട്ട്, ടൈറ്റായിട്ട് നിൽക്കണ ഞാണൊന്നിങ്ങനെ വലിച്ചു വിടുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും, ഒരു മുഴങ്ങുന്ന ശബ്ദവും. അതൊന്ന് പേടിപ്പിക്കുന്ന വിധത്തിൽ രുക്മിയുടെ അടുത്തേക്ക് ഞാൻ വരികയായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ ഈ വാക്കുകൾക്കൊന്നും ഞാൻ ഒരു വിലയും കൊടുക്കണില്ല, നിൻ്റെ അടുത്തേക്ക് ഞാനിതാ വരണു എന്നുള്ളത്, യുദ്ധത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാണൊലി പുറപ്പെടുവിച്ചുകൊണ്ട്, അതാണ് ശരാസനജ്യാം സമാസ്ഫാല്യ, അതിനെ ഒന്ന് വിറപ്പിച്ചിട്ട് ഞാണൊലി പുറപ്പെടുവിച്ചിട്ട്, ഭാസ്വത്കനകാംഗദേന കരേണ, തൻ്റെ കൈകൊണ്ട്, എങ്ങനെയുള്ള കൈയാണ്? ഭാസ്വത്കനകാംഗദം, അംഗദം എന്ന് പറഞ്ഞാൽ കേയൂരം എന്നൊക്കെ പറഞ്ഞൊരു ആഭരണമാണ്. അതായത് ആണുങ്ങൾ ധരിക്കുന്നതായിട്ടുള്ള തോൾവള, അതിനെയൊക്കെയാണ് അംഗദം കേയൂരം എന്നൊക്കെ പറയുക. ചെറിയ ചെറിയ സ്ഥാന വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ പറയുന്ന ആഭരണമാണ്. മുട്ടുമുതൽ തോള് വരെയുള്ള, സ്കന്ധം വരെയുള്ള ഭാഗത്ത് ധരിക്കുന്നതായിട്ടുള്ള ആഭരണം. അതെങ്ങനെയുള്ളതാണ്? എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? കനകം കൊണ്ട്, സ്വർണം കൊണ്ട്. അത് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതാണ് ഭാസ്വത് കനകാംഗദേന കരേണ. വലത്തെ കയ്യിൽ അണിഞ്ഞിരിക്കുന്നതായ ആ കേയൂരം അല്ലെങ്കിൽ അംഗദം ഒളിമിന്നുമാറ്, അതിങ്ങനെ തിളങ്ങി നിൽക്കുന്ന വിധത്തിൽ എന്തു ചെയ്തു? വലത്തെ കയ്യ് പുറത്തേക്ക് വച്ചിട്ട്, നിഷംഗാത്, പുറത്താണല്ലോ തൂണീരം വച്ചിരിക്കുന്നത്, നിഷംഗം വച്ചിരിക്കുന്നത്, അതിൽ ധാരാളം അസ്ത്രങ്ങളുണ്ട്. ആ നിഷംഗത്തിൽ നിന്നും തൂണീരത്തിൽ നിന്നും ശരാൻ, അസ്ത്രങ്ങളെ സലീലം, അനായാസമായിട്ട്, ഒട്ടും പേടിയില്ലാതെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അസ്ത്രങ്ങൾ തൂണീരത്തിൽ നിന്നും എടുത്ത് ആ വില്ലിൽ തൊടുവിച്ചു വച്ചു എന്നർത്ഥം. ഇനി വലിയ താമസമൊന്നുമില്ല, അസ്ത്രങ്ങൾ അയക്കേ വേണ്ടു. രുക്മിയുടെ നേർക്കാണ് എന്ന് രുക്മി വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരേ സമയം ഇതൊക്കെ ചെയ്തത്. രുക്മിയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അസ്ത്രമൊക്കെ സജ്ജമാക്കി കയ്യിൽ ഞാണിൽ തൊടുവിച്ചുകൊണ്ട്, അസ്ത്രം വെച്ചുകൊണ്ട് വില്ലും പിടിച്ച് അങ്ങനെ നിൽപ്പായി ശ്രീകൃഷ്ണൻ എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം 134ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ജാതക്രുധാ തത്ര യദുദ്വഹാനാം ബലേന ചക്രീകൃതകാർമുകേണ ക്ഷണേന നീതായമരാജധാനീം നരേന്ദ്രസൂനോർനിഖിലാഭിസേന. ആദ്യം പദച്ഛേദം പറയാം. ജാതക്രുധ തത്ര യദൂദ്വഹാനാം ബലേന ചക്രീകൃത കാർമുകേണ ക്ഷണേന നീതാ യമരാജധാനീം നരേന്ദ്രസൂനോഃ നിഖില അഭിസേന.
അവസാനത്തെ ആ വാക്കിൽ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. സേനയെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. സേന എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവിൻ്റെ, അതായത് രുക്മിയുടെ സൈന്യം, ആ സൈന്യത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. തത്ര, ആ രണാങ്കണത്തിൽ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. രുക്മിയുടെ സൈന്യവും ശ്രീകൃഷ്ണനും ബലരാമനും അവരുടെ സൈന്യവും രണ്ടു കൂട്ടരും കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. അവിടെ ജാതക്രുധ ചക്രീകൃത കാർമുകേണ യദൂദ്വഹാനാം ബലേന. യദൂദ്വഹാനാം ബലം, യദൂദ്വഹന്മാരെന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ്. യാദവന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും, അവരടങ്ങുന്നതായിട്ടുള്ള സൈന്യം. ആ സൈന്യത്തിന് രണ്ട് വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ജാതക്രുധ ചക്രീകൃത കാർമുകേണ. ജാതക്രുധ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു ഭവിച്ചവരായ, ഇതൊക്കെ തൃതീയ വിഭക്തിയാണ്. ബലേന എന്നുള്ളതിൻ്റെ വിശേഷണങ്ങളാണ്, സൈന്യങ്ങളാൽ എന്നുള്ള അർത്ഥത്തിൽ. ജാതക്രുധ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടു കൂടിയവരും. മാത്രമല്ല ചക്രീകൃത കാർമുകേണ. ചക്രീകൃതം എന്ന് പറഞ്ഞാൽ ചക്രമല്ലാത്ത ഒന്നിനെ ചക്രമാക്കി തീർക്കുക, അതാണ് ചക്രീകൃതം. എന്താണ് ചക്രമല്ലാതിരുന്ന ഒന്നിനെ ചക്രമാക്കിയത്? യാദവന്മാരുടെ വില്ലിനെ പറ്റിയിട്ടാണ് പറയണത്. വെറുതെ കിടക്കുമ്പോൾ വില്ല് ഒരു ദണ്ടും അതിലൊരു ഞാണുമാണ് ഉണ്ടാവുക, അത് കെട്ടിയിട്ടില്ലാത്ത സമയത്ത്. ഇനി ഞാൺ അമർത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും അത് ചക്രത്തിൻ്റെ രൂപത്തിലല്ല, പക്ഷെ അത് അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചു നിർത്തുമ്പോൾ, ഞാണിലേക്ക് അസ്ത്രം തൊടുവിച്ച് അങ്ങനെ നിർത്തുമ്പോൾ മുൻഭാഗത്ത് വില്ലിൻ്റെ ആ ഒരു ഭാഗവും പിൻഭാഗത്ത് ദണ്ടും അതുപോലെ പിൻഭാഗത്ത് ഞാണ് വലിഞ്ഞാണല്ലോ നിൽക്കുക. അപ്പോൾ അത് രണ്ട് ഭാഗത്തേക്കും മുറുകി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ചക്രം പോലെ തോന്നും. അതുകൊണ്ടാണ് ചക്രീകൃത കാർമുകേണ, ചക്രം പോലെയുള്ളതായ ഒരു വൃത്താകൃതിയിൽ നിൽക്കുന്നതായിട്ടുള്ള കാർമുകത്തോടു കൂടിയ, കാർമുകം വില്ലോടുകൂടിയവരായ യദൂദ്വഹാനാം ബലേന, യദൂദ്വഹന്മാരുടെ ബലം കൊണ്ട് അല്ലെങ്കിൽ സൈന്യത്താൽ. അപ്പോൾ ദേഷ്യം വന്ന് ഭവിച്ചവർ, അതുകൊണ്ട് തന്നെ അമ്പും വില്ലുമായിട്ട് യുദ്ധത്തിനൊരുങ്ങിയവരായ യദൂദ്വഹന്മാരുടെ സൈന്യത്താൽ. നരേന്ദ്രസൂനോഹോ നിഖില സേന അഭി. നരേന്ദ്രസൂനു എന്ന് പറഞ്ഞാൽ ഭീഷ്മകൻ്റെ പുത്രനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രുക്മിയുടെ, നരേന്ദ്രസൂനുവിൻ്റെ നിഖിലാസേന, എല്ലാ സൈന്യങ്ങളും. അതായത് ആദ്യം ഒരു കൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെയുള്ളൊരു കൂട്ടരെയും കൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിനായിട്ട് വന്നത്, സൈന്യത്തിൽ ചേർക്കാനായിട്ട് രുക്മി വന്നത്. ആ സൈന്യങ്ങളൊക്കെ തന്നെയും ക്ഷണേന, വളരെ വേഗം, നിമിഷ നേരങ്ങളെ കൊണ്ട് യമരാജധാനിയും ഗത, എവിടേക്ക് പോയി? യമലോകത്തേക്ക് പോയി. ഈ ബലത്താൽ, അതായത് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സൈന്യങ്ങളാൽ രുക്മിയുടെ സൈന്യങ്ങൾ യമലോകത്തിലേക്ക് പോകപ്പെട്ടു. യമലോകം മരിച്ചുപോയി. യമലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സൈന്യങ്ങളെ മുഴുവനും ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സൈന്യം വധിച്ചു. അവർ യുദ്ധത്തിൽ വിമുഖരായിരുന്നു. ഇനി യുദ്ധം ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ദ്വാരകയിലേക്ക് പോവാൻ പുറപ്പെട്ട് പതുക്കെ പോണവരായിരുന്നു. അപ്പോഴാണ് തിരിച്ചു വിളിച്ച് വീണ്ടും യുദ്ധത്തിന് പുറപ്പെടിച്ചത്. അതോടുകൂടിയിട്ട് അവർക്ക് വർദ്ധിച്ച ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ അവർ അതിതീവ്രമായിട്ടുള്ളൊരു യുദ്ധവും നടത്തി. ആ യുദ്ധത്തിൽ രുക്മി കൊണ്ടുവന്നതായിട്ടുള്ള സകല ജനങ്ങളെയും, എല്ലാ ഭടന്മാരെയും വധിക്കുകയും ചെയ്തു. രുക്മിക്ക് മാത്രം തൽക്കാലം ഒന്നും പറ്റിയില്ല. ആ രുക്മിയുടെ അഹങ്കാരം തീർക്കലൊക്കെ ശ്രീകൃഷ്ണനാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഈ മറ്റ് സൈന്യങ്ങളെയൊക്കെ വധിക്കലാണ് ഈ സേന ചെയ്തത്. അപ്പോൾ ഇനി രുക്മിയുടെ അടുത്തേക്കുള്ള ശ്രീകൃഷ്ണൻ്റെ പോക്കൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി ക്ഷിതീശസ്യ സുതാമുദീര്യ ശൗര്യസമാസ്ഫാല്യ ശരാസനജ്യാം കരേണ ഭാസ്വത്കനകാംഗദേന സലീലമാദത്തശരാന്നിഷങ്കാത് ജാതക്രുധാ തത്ര യദുദ്വഹാനാം ബലേന ചക്രീകൃതകാർമുകേണ ക്ഷണേന നീതായമരാജധാനീം നരേന്ദ്രസൂനോർനിഖിലാഭിസേന. സൈന്യത്തിന് യുദ്ധം ചെയ്യണമെന്ന് വലിയ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രുക്മിയുടെ ആ ഒരു പരാക്രമം, യുദ്ധം ചെയ്തേ അടങ്ങൂ, ശ്രീകൃഷ്ണനെ തോൽപ്പിച്ച് സഹോദരിയെയും കൊണ്ട് തിരിച്ചു പോവുക ചെയ്യും എന്നുള്ള വാശികളൊക്കെ കണ്ടതോട് കൂടിയിട്ട്
ശ്രീകൃഷ്ണൻ്റെ സൈന്യത്തിനും ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ തന്നെ അവരുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവർ യുദ്ധത്തിലുള്ള പുറപ്പാട് കാണുമ്പോൾ തന്നെ സൈന്യങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയായിരിക്കണം ആക്രമണം എന്നുള്ളതൊക്കെ. അതങ്ങടെ ശക്തി വർദ്ധിപ്പിച്ച് അതിഭീകരമായിട്ടുള്ള യുദ്ധം നടത്തി രുക്മിയുടെ സൈന്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ വരുമ്പോൾ തന്നെ രുക്മിക്ക് എല്ലാ എന്താ പറയുക കോൺഫിഡൻസും പോകുമല്ലോ, ആത്മവിശ്വാസമൊക്കെ പോകും. ഒറ്റയ്ക്കായാൽ പിന്നെ എന്താണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.